ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. സറാസ് ഫുഡ് ഡയറീസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് പനിയാരം എന്നാണ് കേട്ടോ പറയാം. നല്ല അടിപൊളി നല്ല റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഉഴുന്നുവടയില്ലേ, ഉഴുന്നുവടയുടെ ഒരു ടെക്സ്ചറായിട്ടും അതേ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉഴുന്നാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഉഴുന്നുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു ഉഴുന്നുവടയുടെ ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ. നമുക്കിത് വൈകുന്നേരത്തെ സ്നാക്സിൻ്റെ കൂടെയും കഴിക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മുഴുവനും നിറച്ചും നമ്മുടെ ചായയൊക്കെ കുടിക്കുന്ന ആ ഗ്ലാസ്സിൽ ഒരു കപ്പ് നിറച്ചും നമ്മുടെ ഉഴുന്നാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തലേ ദിവസം ഉഴുന്ന് ഞാൻ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് നമ്മുടെ ഉഴുന്നിന് അരക്കപ്പ് പച്ചരി എന്ന അളവിലാണ് കേട്ടോ. പച്ചരി പറഞ്ഞാൽ നമ്മൾ ദോശയൊക്കെ ചുടുന്ന ഈ ഒരു അരിയില്ലേ, ആ ഒരു ഗ്ലാസ് അളവിൽ തന്നെയാണ് കേട്ടോ അരക്കപ്പ് നമ്മുടെ ദോശ ചുടുന്ന പച്ചരിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ രണ്ടും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പം സോക്ക് ചെയ്യാനായിട്ട് മാറ്റുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് ഉഴുന്നിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ പച്ചരി എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉഴുന്ന് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ നല്ല രീതിയിൽ തന്നെ കുടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉഴുന്നിനെക്കാട്ടിയും കുറവായിട്ട് പച്ചരി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിപ്പോൾ ഞാനിപ്പോൾ തലേത്തെ ദിവസം ഇതുപോലെ ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പിറ്റേത്തെ ദിവസമാണ് കേട്ടോ കുതിർത്തിയെടുത്തതിന് ശേഷം കഴുകിയിട്ട് ഒന്നും കൂടി കഴുകിയെടുത്തതിന് ശേഷം കേട്ടോ കുതിർത്തിയെടുത്തത്. ഇനി അത് ഒന്നും കൂടി ഒന്ന് 2-3 പ്രാവശ്യം കഴുകി അതിനുശേഷം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് ആണ് കേട്ടോ ഇതെല്ലാം. ക്യാരറ്റ് 1, പിന്നെ ഒരു സവാള, പിന്നെ കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഇവിടെ ഒന്ന് അരിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ആ കഴുകി വെച്ചിട്ടുള്ള ഉഴുന്നും പച്ചരിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഇപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഉഴുന്നും പച്ചരിയും കൂടിയിട്ട് നമുക്കതിലേക്ക് മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു ഉഴുന്നും പച്ചരിയും കൂടിയിട്ട് ഒരേ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് മേലെ കയറിയിട്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ച് കൊടുത്തത്. അപ്പോൾ വെള്ളം കുറച്ചിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് എടുത്തിട്ട് ഒരു അരക്കപ്പിന് മുകളിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ രണ്ടും ഒരേ രീതിയിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് വെള്ളം ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുത്തിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. നമ്മളെ അപ്പം ചുട്ടെടുക്കുന്ന ടൈമിൽ നല്ല ഫൈനായിട്ട് ആകുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങിയിട്ട് വരും. അപ്പോൾ ഇതിൽ അപ്പക്കാരം സോഡപ്പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ സാധാരണ ഉഴുന്നുവടയിലാക്കുന്നില്ല അതേ ഒരു ടൈപ്പിൽ തന്നെയാണ്. ഇതിലേക്ക് പച്ചരി മാത്രം ചേർത്ത് കൊടുക്കുന്നതെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ മിക്സിയുടെ ഇതിൽ നിന്നും നല്ല രീതിയിലൊന്ന് വടിച്ചെടുത്തിട്ട് ആ ഒരു ബൗളിലേക്ക് മുഴുവനായിട്ടും തന്നെ നമുക്കൊന്ന് ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അരി അരച്ചതിൽ നമുക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ കുറച്ചായിട്ട് വെച്ച് കൊടുത്തിട്ട് വേറെ വെള്ളമൊന്നുമില്ല. നേരത്തെ എടുത്ത് വെച്ച് ആ ഒരു കപ്പിൽ വെള്ളമില്ലേ കുറച്ച് ബാക്കി വെച്ച് അതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്കിതൊന്ന് അടിച്ചിട്ടെടുക്കാൻ. അതിനുശേഷം നമ്മുടെ ആ ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്തത് മുഴുവനായിട്ട് നമ്മൾ ഈ ആ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ബാക്കി വെച്ച വെള്ളം നല്ല ഒന്ന് നോക്കിയിട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ തന്നെ നമ്മുടെ ആ ഒരു സവാളയിലും ആ ഒരു ക്യാരറ്റിലുള്ള വെള്ളമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം.
അതാ നമ്മൾ ഇങ്ങനെ കോരി ഒഴിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആ ഒരു ഇതിൽ നിന്ന് സ്പൂണിൽ നിന്നൊന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഒന്ന് അഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഒഴിച്ചത് കണ്ടിട്ടില്ലേ. അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളിയും നമ്മുടെ ആ ഒരു പിന്നെ ചില്ലി പൗഡറില്ലേ, ചില്ലി പൗഡറും കൂടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് 2 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കുന്ന ആ ഒരു ചട്നിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് കാച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതാ ഞാനിവിടെ പാന് നോൺ സ്റ്റിക്കിൻ്റെ കാരത അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റോവിൽ. അതിനുശേഷം നമ്മളിതാ ഓരോന്നായിട്ട് നമ്മൾ ഇതുപോലെ ചൂടാണ് കേട്ടോ, നല്ല രീതിയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഓരോ നമ്മുടെ ആ ഒരു പനിയാരം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കട്ടെ. നല്ല രീതിയിൽ നമുക്ക് ടൈറ്റായിട്ട് വരുന്നത് കാണുമ്പോൾ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് കൊടുക്കട്ടെ. അപ്പം ഞാൻ ആദ്യത്തെ ഒന്ന് ചുട്ടിച്ചെടുക്കുന്നതാണ് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇത് ഒരു പ്രാവശ്യം ചുട്ടതിന് ശേഷം പിന്നെ ഞാൻ ലൈവ് ഉണ്ട് കേട്ടോ, ലൈവിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഞാൻ ലൈവിലായിരുന്നു ചുട്ടത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടിച്ചെടുക്കാം കേട്ടോ. ഒരു വശം ഇതാ നല്ല രീതിയിൽ ഒന്ന് മൊരിഞ്ഞ് വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളിതാ അടുത്ത വശം അപ്പുറത്തെ വശം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ സ്പൂൺ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു കോല് കൊണ്ട് കുത്തുന്ന ടൈമിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഓരോരോ പലഹാരം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു അപ്പത്തിന് എന്താ പേര് പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ലൈവിലുള്ള ടൈമിൽ ആർക്കും എന്തെങ്കിലും പേര് പറഞ്ഞില്ല, പക്ഷെ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ നല്ല ചൂടായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ലോണം ചൂടായതിനു ശേഷം കുറച്ചൊന്ന് ചൂട് കുറച്ചിട്ട് വെക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ പൊള്ളിച്ച് വരാണ്ട് കുറച്ച് നല്ലോണം പൊള്ളിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ, ഒരു നോർമൽ ആ ഒരു പൊങ്ങിയിട്ടാ. അപ്പോൾ ഇതാ നമുക്കിതുപോലെ നമ്മൾ ആ ഒരു അപ്പം മുഴുവനായിട്ട് ഇതുപോലെ നമുക്ക് ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത്. നമുക്ക് ഈവനിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ നമുക്കിതുപോലെ കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓയിൽ അങ്ങനെ കുടിക്കുന്ന ആ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഏത് കുട്ടികൾക്കും ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കും നമുക്ക് കഴിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആണ് കേട്ടോ. അപ്പോൾ ഉഴുന്നോട് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഉഴുന്നോട് തന്നെ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അതിൻ്റെ അകത്ത് ക്യാരറ്റ് ചേർക്കുന്നില്ലാന്നേ ഉള്ളൂ, പക്ഷെ ഇതിൽ ക്യാരറ്റ് കറിവേപ്പില അതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കറിവേപ്പില നമ്മൾ സാധാരണ ഉഴുന്നോടൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഇത് ഒന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. കാണുന്നില്ലതാ, ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും പിന്നെ അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഇത് ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ട് നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ഈ ഒരു സ്നാക്സ് ഈ ബ്രേക്ക്ഫാസ്റ്റും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ട് ചുട്ട് കഴിഞ്ഞ് അവസാനം എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചട്നിയാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് കൂടെ കൂട്ടാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.